ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഔചിത്യത്തിന് ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ പറയാതിരിക്കാനും പറ്റത്തില്ല. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് ആ ഒരു സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയാണ്. എല്ലാവർക്കും ആളിനോട് വെറുപ്പും പുച്ഛവും പരിഹാസവും ഒക്കെ തന്നെയാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഈ മനുഷ്യനാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ ഒരിക്കലും ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മാനേജ്മെന്റ് നൽകുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിനെ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ നിന്നും താരങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇയാൾക്ക് ചിലപ്പോഴൊക്കെ കൈ പൊള്ളിയിട്ടുണ്ട് എങ്കിൽ പോലും വിദേശ താരങ്ങളുടെ സൈനിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. കരോലിസ് കിങ്സ് വളരെ ചെറിയ പൈസയ്ക്ക് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന താരങ്ങളെ തന്നെയാണ് മറ്റ് പല ക്ലബ്ബുകളും പിന്നീട് വമ്പൻ തുക വീശിയെറിഞ്ഞ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ്. ഒരുപാട് പൈസ ഇറക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം ഷോർട്ട് ടേം കോൺട്രാക്റ്റിൽ വളരെ മികച്ച താരങ്ങളെ നമ്മളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരുന്നു ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച താരങ്ങൾ വിദേശത്ത് നിന്നും ഈ ഒരു മണ്ണിലേക്ക് വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മികവിനെ വില കുറച്ച് കാണാതിരിക്കാനുള്ള പ്രധാന ഘടകമാണ്. പക്ഷേ കരോലിസിനെ ഞാൻ അങ്ങ് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുകയോ പിന്തുണയ്ക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൈ പൊള്ളിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്ത്യൻ മണ്ണിലെ പരിചയസമ്പത്തിന്റെ അഭാവം അദ്ദേഹത്തിനെ വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മാനേജ്മെന്റിന് നഷ്ടമുണ്ടാകുന്ന തരത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഡീലുകൾ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. അക്കാദമിയിൽ നിന്നും അടവച്ച് താരങ്ങളെ വിരിയിച്ചെടുത്ത് വലിയ തുകയ്ക്ക് വമ്പൻ ക്ലബ്ബുകളിലേക്ക് വിൽക്കുന്നത് വഴി ഇവിടെ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നന്നായിരുന്നു. മാനേജ്മെന്റ് ഏൽപ്പിച്ച പണി അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലബിനെ സാമ്പത്തികമായി മോശം അവസ്ഥയിലേക്ക് അദ്ദേഹം തള്ളിവിടാതിരുന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആരാധകരുടെ വികാരത്തിനെ മാനിക്കാനോ ആരാധകരുടെ വികാരത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാനോ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അൽവരോ വാസ്കസിനെ പോലെ ക്രൗഡ് പ്ലേയേഴ്സ് ആയിട്ടുള്ള താരങ്ങളെ നിലനിർത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ജോജെ പെരേര ഡയസിന്റെ കാര്യത്തിലും കേവല തുച്ഛ ലാഭത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പല നടപടിക്രമങ്ങളും ആരാധകർക്കിടയിൽ വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ നിന്നും പടിയിറങ്ങുമ്പോൾ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുമ്പോൾ എല്ലാവർക്കും അയാളുടെ വെറുപ്പും പുച്ഛവും പരിഹാസവും ഒക്കെ തന്നെ ആയിരുന്നെങ്കിൽ പോലും അയാൾക്ക് മോഹൻ ബഗാൻ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ബഡ്ജറ്റ് പോലെ മികച്ച രീതിയിൽ ബഡ്ജറ്റ് ഇറക്കാൻ ഇവിടുത്തെ മാനേജ്മെന്റ് തയ്യാറായിരുന്നെങ്കിൽ, അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീമിനെ വളർത്തിയെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ തന്നെ ആയിരുന്നു കരോലിസ് കിങ്കിസ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആള് പടിയിറങ്ങുന്നത് ഒരു ഹിറ്റ്ലർ, വെള്ളപ്പന്നി എന്നുള്ള വിമർശനങ്ങളൊക്കെ കേട്ടുകൊണ്ടായിരിക്കും. പക്ഷേ തുച്ഛമായ ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ അഴിമതി നടത്തുന്നതായിരിക്കാം. കാരണം ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ സൈനിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ വലിയ സംശയങ്ങളുണ്ട്. കാരണം ഒരിക്കലും ആവശ്യമില്ലാത്ത തരത്തിലുള്ള കുറെ താരങ്ങളെ ഒരേ പൊസിഷനിലേക്കൂടെ വാങ്ങിച്ചു കൂട്ടുന്നൊക്കെയുണ്ട്. വിദേശ താരങ്ങളുടെ റിക്രൂട്ട്മെന്റ് കാര്യത്തിൽ മികച്ചു നിന്നിട്ടുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന്റെ സൈനിങ്ങിന്റെ കാര്യത്തിൽ അട്ടർ ഫ്ലോപ്പായി പോയി അയാളെന്ന് പ്രത്യേകം എടുത്തു പറയണം. ചിലപ്പോൾ അയാൾക്ക് ചുറ്റും കൂടിയ ഉപജാപക വൃന്ദത്തിന്റെ നിർദ്ദേശങ്ങൾ മൂലമൊക്കെ ആയിരിക്കാം. ഏതായാലും കരോലിസ് കിങ്സ് പടിയിറങ്ങുന്നത് വളരെ വലിയ വെറുപ്പിന്റെ ഭാണ്ഡക്കെട്ടുമായിട്ടാണെങ്കിൽ പോലും മികച്ച വിദേശ താരങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ എണ്ണം പറഞ്ഞ് മികച്ച വിദേശ താരങ്ങളെ, ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ മികച്ച വിദേശ താരങ്ങളെ നമ്മളുടെ മണ്ണിലേക്ക് കൊണ്ടുവന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള ആ ഒരു സ്ഥാനം അയാൾ അർഹിക്കുന്നുണ്ട്. വെറുപ്പും പുച്ഛവും പരിഹാസവും ഒക്കെ അയാൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും ചില കോണുകളിൽ നിന്നും അയാൾക്കും ചില ശരികൾ പറയാനും ചെയ്യാനും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതെ വന്നിരുന്ന ഈ ഒരു കാര്യം പറയുമ്പോൾ പലർക്കും ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസസ് തന്നിട്ടുണ്ട്, അതൊന്നും പാലിച്ചില്ല. ക്രിക്കറ്റ് ചാനലിൻ്റെ കാര്യത്തിലായാലും നമ്മളുടെ ബാക്കിയുള്ള കറണ്ട് അപ്ഡേറ്റിൻ്റെ കാര്യത്തിലായാലും പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലായാലും മഹാഭാരതത്തിൻ്റെ കാര്യത്തിലായാലും എപ്പിക്സിൻ്റെ കാര്യത്തിലായാലും ഞാൻ വളരെ വലിയ വീഴ്ചയാണ് വരുത്തിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പം ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യത്തിലായാലും ഞാൻ മോശം രീതിയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയെല്ലാം ക്ലിയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നാളെ തൊട്ട് ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം യോഗ ചെയ്യുന്ന സമയത്ത് ലൈവ് സ്ട്രീം ഒന്നെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ടറുടെ ചാനലിൽ കൂടെ ചെയ്യാം. ഏതായാലും യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കുറേ കാര്യങ്ങളിലൊക്കെ നന്നായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം കറക്റ്റാവും എന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. എല്ലാ ഓരോ പരീക്ഷണങ്ങളും ശ്രമങ്ങളും ഒക്കെ തന്നെയല്ലേ. വേൾഡ് കപ്പിൻ്റെ അലവിലുകളിലേക്ക് നമുക്ക് പോകാൻ സമയമായി തുടങ്ങി.